ഹലോ, ഇന്ന് ഞങ്ങൾ അച്ഛനെ വിളിച്ചൊന്ന് സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചേക്കുകയാണ്. അപ്പം അച്ഛനെ വിളിക്കാനായിട്ട് അവിടെ എത്തി. ഇത് വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മാവാണ് കേട്ടോ. ഇതിൽ നിന്ന് മാങ്ങ പറിച്ച് അച്ഛൻ ഞങ്ങൾക്ക് പിക്കിളൊക്കെ ഉണ്ടാക്കി തന്നത് നല്ല ടേസ്റ്റി പിക്കിളാണ്. ഇഷ്ടംപോലെ മാങ്ങ ഇങ്ങനെ താന്ന് കിടക്കാം, നമുക്ക് കൈവച്ചിട്ട് പറിക്കാം. അപ്പോൾ അച്ഛൻ നല്ല കുട്ടപ്പനായി നല്ല പുതിയ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല റെഡി. അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അച്ഛനെ എമ്പുരാൻ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് അല്ല, അച്ഛന് കാറ്ററാക്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഒരു സിനിമയ്ക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അമ്മ പുറത്തെങ്ങും ഇറങ്ങാറില്ല, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പുറത്ത് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞങ്ങൾ അച്ഛനെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്ത് എമ്പുരാൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അച്ഛനെ ലുലു ഗോൾഡിൽ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇപ്പം അതിൻ്റെ പേര് ലെക്സ് എന്നാണ്. അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഗോൾഡിൽ ആ റിക്ലൈനർ ചെയറിലൊക്കെ ഇരുന്ന് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ആദ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു കേട്ടോ, കാരണം അച്ഛനെയും കൊണ്ട് പോകുന്ന കാരണം അച്ഛന് സ്പീഡിലൊന്നും നടക്കാൻ പറ്റത്തില്ലോ, പിന്നെ കുറച്ച് നേരത്തെയാണ് പോയത്. അപ്പോൾ നേരത്തെ എത്തിയത് കാരണം കോഫി ഡേയിൽ കയറി അച്ഛനൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തു. അച്ഛന് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അച്ഛനെ എൻജോയ് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ പ്രായവർ ഇതൊക്കെ കുടിക്കുമോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. കാരണം അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അനീഷ എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു തന്നതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി അമ്മയോട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ലക്സിൻ്റെ ലോഞ്ചിൽ മുരളിയേട്ടനും അച്ഛനും കൂടെ എന്താണ് കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ലക്സിനകത്ത് അറിയായിരിക്കുമല്ലോ, നമ്മൾ ഓർഡർ ചെയ്താൽ അവർ തിയേറ്ററിനകത്ത് തന്നെ സെർവ് ചെയ്യും. അപ്പം ഇനിയും ഇങ്ങനെ അച്ഛന് സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അച്ഛൻ അങ്ങനെ സ്റ്റെപ്സ് ഒന്നും അധികം കയറാറില്ല. അപ്പം അതൊന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ റിക്ലൈനറിലൊക്കെ അച്ഛനെ ഇരുത്തി പുതപ്പിച്ചൊക്കെ ഇരുത്തി. അപ്പോൾ അച്ഛൻ ഹാപ്പിയായി. അച്ഛനെ കൊണ്ടുപോയപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സിനിമ കഴിഞ്ഞ് കുറേ അച്ഛന് പക്ഷേ ഒന്നും മനസ്സിലായില്ല കാര്യമായിട്ട്. എമ്പുരാൻ മുരളിയേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാനും കുറേ പറഞ്ഞു കൊടുത്താണ് അച്ഛന് മനസ്സിലായത്.